ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പം നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളെ വിഷ് ചെയ്തു, നമ്മൾ വിളിച്ചു, സംസാരിച്ചു. ഭയങ്കര സന്തോഷം. അപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10, 15, 14, 13 ദിവസത്തെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് നമ്മുടെ മെയിൻ ചാനലിൽ നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. അത് വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഒരു വീഡിയോ ആയിരുന്നു. നമുക്കധികം വ്യൂസോ കാര്യങ്ങളൊന്നുമില്ല, കാരണം നമ്മൾ വീഡിയോസ് ഇടാറില്ല. ലോങ് വീഡിയോസ്, നമ്മൾ ഷോർട്ട് വീഡിയോസാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ലോങ് വീഡിയോസ് അങ്ങനെ ഇടാറില്ല. പിന്നെ ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമായതുകൊണ്ടാണ് ഞങ്ങൾ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഒരു ചെറിയൊരു വീഡിയോ, അതായത് നമുക്ക് സെലിബ്രേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒരു അച്ചയ്ക്ക് അറിയാവുന്ന ഒരു സ്ഥലമായിരുന്നു, അവിടെ വരെ നമ്മൾ പോയി. അവിടെ നിങ്ങളെയും കാണിച്ചു തന്നു, അത്രേ ഉള്ളൂ. നമ്മളൊരു കേക്ക് പോലും കട്ട് ചെയ്തിട്ടില്ല. നമ്മൾ നല്ല ഫുഡ് അങ്ങനത്തെ സാധനങ്ങളോ ഭയങ്കര സദ്യ സംഭവങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. പാർട്ടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ലളിതമായ രീതിയിൽ 4th വെഡ്ഡിങ് ആനിവേഴ്സറി, 4ാമത്തെ വിവാഹ വാർഷികം ഞങ്ങൾ അങ്ങനെ ആഘോഷിച്ചു. അപ്പം ഇതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അച്ചാച്ചനല്ല എനിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഹോസ്പിറ്റലിലെ വീട് അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു. അതെന്താണെന്നുള്ളത് നമുക്ക് ഇതുവരെയും കൺഫേം ആയിട്ടില്ല. അതിൻ്റെ കാര്യങ്ങളൊന്നും അത്ര ചെറിയ ഒരു പ്രശ്നമല്ല, ഇത്തിരി സീരിയസ് ആയിട്ടുള്ള പ്രശ്നം. അപ്പം അത് കൺഫേം ആയിട്ടില്ല. ആയി കഴിഞ്ഞിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് റിപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടാനുണ്ട്. അപ്പം എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് പറയുന്നതായിരിക്കുമല്ലോ നല്ലത്. ഒന്നേ പറയാനുള്ളൂ, എല്ലാവരും അവരുടെ ഹെൽത്തൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇടയ്ക്കൊക്കെ ഒന്ന് പോയി എല്ലാ ചെക്കപ്പുകളും നടത്തുക. നമ്മൾ ഫിസിക്കലി ഓക്കെ ആണെന്ന് ഒന്ന് അറിഞ്ഞിരിക്കുക. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഓടുന്ന പോലെ പലതും നമ്മൾ ഓടി നടക്കേണ്ടി വരും. അപ്പം നമുക്കതാണ്, നമ്മളൊന്നും അങ്ങനെ നമുക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ മൂർധന്യാവസ്ഥയിലാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഓടുന്നത് അല്ലേ. പക്ഷേ ഈ പറയണം, ഞാനും അങ്ങനെ തന്നെയായിരുന്നു, നിങ്ങളും അങ്ങനെ തന്നെയായിരിക്കും, ഒട്ടുമിക്ക ആളുകളും അങ്ങനെ തന്നെയായിരിക്കും. പക്ഷെ അങ്ങനെ ചെയ്യരുത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ പോട്ടെ. പറയാൻ വന്ന കാര്യം വേറൊന്നുമല്ല, നമ്മൾ പറഞ്ഞു സത്യം പറഞ്ഞാൽ ഒരുപാട് ഞാൻ മടുത്ത ഒരു കാര്യമാണ്. എന്നാൽ പോലും ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് തിരിച്ചൊരു റിപ്ലൈ കൊടുക്കണം എന്ന് തോന്നും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, എന്തിനാണ് നെഗറ്റീവ് കമൻറ്റിന് റിപ്ലൈ കൊടുക്കുന്നത് എന്ന്. നെഗറ്റീവ് കമൻറ്റിന് റിപ്ലൈ അല്ല, മൊത്തത്തിൽ സൊസൈറ്റിക്കുള്ളൊരു മെസ്സേജാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളൊരിക്കലും കമൻറ്റുകൾ ഇഷ്ടംപോലെ നമുക്ക് വരാറുണ്ട്, നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും. നമ്മൾ വീഡിയോ ചെയ്താലും ചെയ്തില്ലെങ്കിലും പഴയ വീഡിയോസിനൊക്കെ നമുക്ക് കമൻറ്റ് കയറി വരാറുണ്ട്. പക്ഷേ എന്താ പറയുക, കമൻറ്റ്സ് ഇടുന്നത് നമുക്കൊരു പ്രശ്നമില്ലാത്ത കാര്യമാണ്, സ്വാഭാവികമാണ് കമൻറ്റ് വരുന്നത്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ അതിൻ്റെ വഴിയിൽ വിടുകയാണ്. നമ്മൾ ഓരോ കമൻറ്റും എടുത്ത് റിയാക്ട് ചെയ്യാൻ നോക്കിയാൽ നമുക്ക് അതിനെ സമയം ഉണ്ടാവുള്ളൂ. നമുക്ക് ഇഷ്ടം പോലെ വീഡിയോസ് ചെയ്യാം. നിങ്ങൾ നമ്മുടെ ചാനൽ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് വളരെ കുറവാണ്. നമുക്ക് അങ്ങനെ റിയാക്ഷൻ വീഡിയോ ഇട്ട് പൈസ ഉണ്ടാക്കാനാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ വീഡിയോസ് ചെയ്യാം. പക്ഷേ അതല്ല, ഞാൻ പറഞ്ഞു വന്നൊരു കാര്യമുള്ളൂ, നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ വീഡിയോ അത് നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തത്. അപ്പം അതിന് വന്ന ഒരു കമൻ്റ് എന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. എന്താണ്, ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അതായത് അനിത അഗർവാൾ എന്ന് പറയുന്ന ഒരാളാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. ഒറിജിനലായിട്ടുള്ള ഐഡിയ ആണെന്ന് തോന്നുന്നു, കാരണം ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ കാണിക്കുന്നില്ല, വേണ്ട, അത് നമ്മുടെ ഇതല്ലല്ലോ. അപ്പം അങ്ങനെ ഒരാളാണ്, ഒരു ചേച്ചി ഒരു ചേട്ടനൊക്കെ നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ കമൻറ്റ് ചെയ്തിരിക്കുന്നത് സ്ത്രീയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു മകനെ അവൻ്റെ ഫാമിലിയിൽ നിന്നും അടിച്ചു മാറ്റിയവൾ എന്നാണ് കമൻറ്റ്. അപ്പം ഞാനൊരു കാര്യം ചോദിക്കുകയാണ്, അടിച്ചു മാറ്റാൻ ഇതെന്താണല്ലോ, പൂച്ചക്കുട്ടിയോ പശുക്കുട്ടിയോ പട്ടിക്കുട്ടിയോ അങ്ങനെ എന്തെങ്കിലും ആണോ? ഒരു മനുഷ്യനല്ലേ, ഒരു മനുഷ്യനെ നമുക്ക് അടിച്ചു മാറ്റുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര നിയമലംഘനമാണ്, അത് വലിയ കുറ്റമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ അകത്ത് പോയി കിടക്കുന്നതിനെ, ഞാൻ അങ്ങനെ അടിച്ചു മാറ്റിക്കൊണ്ട് വന്ന ഒരാളാണെങ്കിൽ, അടിച്ചു മാറ്റിയതാണെങ്കിൽ നമുക്കതിനെതിരെ കേസ് ഫയൽ അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനെ നമുക്ക് നിയമപരമായിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാം. ഞാൻ എന്തിനാണ് അടിച്ചു മാറ്റുന്നത്? അല്ലെങ്കിൽ അടിച്ചു മാറ്റാൻ അത്രയ്ക്കും വിവരമില്ലാത്ത പക്വതയില്ലാത്തൊരു കുഞ്ഞു കുട്ടിയാണോ അച്ചാച്ചൻ? ആണോ? ആദ്യമേ ചേച്ചി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചേച്ചിയുടെ പിണങ്ങിപ്പോയി സ്വന്തം വീട്ടിൽ നിൽക്കുന്ന മരുമകളുണ്ടല്ലോ, അവരെ ആദ്യം തിരിച്ചു നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം, എന്നിട്ട് നാട്ടുകാരുടെ കാര്യങ്ങൾ അന്വേഷിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. എനിക്ക് തോന്നുന്നു റെഗുലറായിട്ട് വീഡിയോ കാണുന്നത്, കാരണം വെറും ചെറിയ വ്യൂസിൽ മാത്രം പോയിരിക്കുന്ന ഒരു വീഡിയോയ്ക്ക് കമൻറ്റ് പറഞ്ഞെങ്കിൽ ചേച്ചിക്ക് നമ്മുടെ എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ ചെല്ലാറുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ, കാരണം ചില വീഡിയോസ് നമ്മൾ നല്ല റീച്ചിലെത്തുമ്പോഴാണ് നമുക്ക് കണ്ടമാനം ഇങ്ങനത്തെ കമൻറ്റുകൾ വരാറ്. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് വളരെ കുറച്ച് ആളുകളെ കണ്ടിട്ടുള്ളൂ, 4,400 പേര് അത്ര എന്തോ ഉള്ളൂ.
അപ്പോൾ അതിനിങ്ങനെ ഒരു കമൻറ്റ് പറഞ്ഞെങ്കിൽ റെഗുലറായിട്ട് വീഡിയോ കാണുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഓഫ് കോഴ്സ് ചേച്ചി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പറയാണ്, ചേച്ചിയുടെ പിണങ്ങിപ്പോയി വീട്ടിൽ നിൽക്കുന്ന മരുമകളെ ആദ്യം തിരിച്ച് കൊണ്ടുവരൂ, എന്നിട്ട് എന്നെ മര്യാദ പഠിപ്പിക്കാൻ വരൂ. അതായത് ഞാൻ അടിച്ചുകൊണ്ട് വരണോ അല്ലെങ്കിൽ അടിക്കാതെ വരണോ എന്നൊക്കെ ഉള്ളത് എൻ്റെ ഇഷ്ടമാണ്. അല്ലെങ്കിൽ തന്നെ ഒരു പട്ടിയോ പൂച്ചയൊന്നും അല്ല അടിച്ചുകൊണ്ട് വന്ന് കൂടെ താമസിപ്പിക്കാനല്ലേ. അതും ഇപ്പോൾ ഇത്രയും 2 വർഷമാകാൻ പോവാണ് അടിച്ചുകൊണ്ട് വന്നിട്ട്, അടിച്ചു മാറ്റിയിട്ട്. അപ്പം അത്രയും വർഷം അടിച്ചു മാറ്റിക്കൊണ്ട് നിർത്തണമെങ്കിൽ ഒരാളെ നമുക്ക് കെട്ടിയിട്ടോ പൂട്ടിയിട്ടോ ഒന്നും നിർത്താൻ പറ്റത്തില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് കണ്ടാലറിയാം എല്ലാ ഫ്രീഡത്തോടും കൂടിയാണ് ഞങ്ങൾ 2 ആളും അല്ലെങ്കിൽ ഞങ്ങൾ 3 ആൾ നടക്കുന്നത്. അപ്പോൾ ഒരിക്കലും പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല ഒരാളെങ്കിൽ പൂട്ടിയിടുക അല്ലെങ്കിൽ അടിച്ചു മാറ്റിക്കൊണ്ട് വരിക. അത് വേറെ ആരിൽ നിന്നുമല്ല അടിച്ചു മാറ്റിക്കൊണ്ട് വരുന്നത് എന്ന് ചേച്ചി ഉദ്ദേശിക്കുന്നത് സ്വന്തം വീട്ടിൽ നിന്ന്. അത് ആർക്കും സാധിക്കത്തില്ലാത്ത കാര്യമാണ്. അങ്ങനെ അടിച്ചു മാറ്റിക്കൊണ്ട് വന്ന് ബന്ധം 2ആക്കി മുറിച്ച് സെപ്പറേറ്റ് ആക്കാനാണെങ്കിൽ ഞങ്ങൾ എന്തിനാണ് അവിടെ പോകുന്നത് ഇടയ്ക്കിടയ്ക്ക്? ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. ഇനിയിപ്പം മുന്നേ ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ എന്നുള്ളതല്ല, നമ്മളിപ്പം യാതൊരു പ്രശ്നമില്ലാതെ വളരെ സന്തോഷത്തോടു കൂടിയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് അവർക്കും ഒന്നുമില്ലാത്തൊരു കുഴപ്പം ചേച്ചിക്ക് എന്തിനാണ്? അതായത് അടിച്ചു മാറ്റിക്കൊണ്ട് വന്നെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല കേട്ടോ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യും. പിന്നെ വേറൊരു കമൻറ്റാണ്, അത് അതിനേക്കാളും രസകരമാണ്. ഇതുപോലത്തെ വൃത്തികേടല്ല, അത് വേറൊരു തരത്തിലുള്ള വൃത്തികേട് എന്നെല്ലാം നമ്മളെ മോശമാക്കി ചിത്രീകരിച്ചിരിക്കുകയാണ്. അത് ആദ്യത്തേതും അത് തന്നെയായിരുന്നു. ഇത് ചെയ്തിരിക്കുന്ന കാറ്റ് കുഞ്ചി എന്ന് പറഞ്ഞിട്ടുള്ള ഇത് ഒറിജിനൽ ഐഡിയ ആണോ ഫേക്ക് ആണോ എന്ന് എനിക്കറിയത്തില്ല. ഫോട്ടോയും കാര്യങ്ങളും ഒന്നുമില്ല. ചുമ്മാ ഒരു ഇതാണ് കേട്ടോ. ഇയർ റിങ്സും ഹെയർ സ്റ്റൈലും ഒന്നും മാറ്റാറായില്ലേ? ഇയർ റിങ്സ് എൻ്റെ ഹെയർ സ്റ്റൈല് മാറ്റാറായില്ലേ? ഓക്കെ, അതാണ് ഫസ്റ്റിലത്തെ ചേച്ചിയുടെ ചോദ്യം. വീഡിയോ ഇടുമ്പോഴെങ്കിലും ഒരു ചേഞ്ച് വേണ്ടേ? ഓക്കെ, ന്യായമായിട്ടുള്ള ചോദ്യം. യൂട്യൂബിലെ കുറേ വീഡിയോ കുട്ടി ഒന്ന് കണ്ടു നോക്കിട്ടോ. ഓക്കെ, ഓരോ ആൾക്കാർ എന്തേരം കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോയുടെ മുന്നിൽ വരുന്നതെന്ന്. വായിലൊരു നാവുണ്ടെന്ന് പറഞ്ഞ് അത് മാത്രം മതിയോ? ഞങ്ങൾക്ക് കണ്ട് ആസ്വദിക്കാൻ എന്തേലും വേണ്ടേ? ഒന്ന് സ്റ്റൈലിൽ വാ. ഓക്കെ, പല തരത്തിൽ നടക്കുന്ന ആളുകളുണ്ടാവും. അതായത് എപ്പോഴും നല്ലപോലെ ഒരുങ്ങി ഭയങ്കര മോഡേണായിട്ട് നടക്കുന്ന ആളുകളുണ്ടാവും. ഒരു നോർമൽ ലുക്കിൽ, അതായത് നമ്മൾ സാധാരണക്കാരെ പോലെ നടക്കുന്ന ആളുകളുണ്ടാവും. എന്നാൽ വളരെ മോശമായിട്ട് പോകുന്ന ആളുകളും ഉണ്ടാവും. ഇതിലേത് തരത്തിലാണ് എന്നെ പെടുത്തിയിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ സാധാരണക്കാരിയായ ഒരാളായതുകൊണ്ട് എനിക്കെപ്പോഴും ഒരുപാട് മേക്കപ്പ് ചെയ്തത് ഞാൻ ഫസ്റ്റ് ബ്യൂട്ടി പാർലറിൽ പോയി മേക്കപ്പ് ചെയ്തത് എൻ്റെ കല്യാണത്തിനാണ്. ഞാൻ ആകെ മേക്കപ്പ് ചെയ്യാൻ പോയിരിക്കുന്നത്. ഒരുപാട് ഫംഗ്ഷൻസിന് ഞാൻ പോയിട്ടുണ്ട്. കോളേജിലായാലും ഇപ്പോഴായാലും ഒരുപാട് ഫംഗ്ഷൻസ് പോകുന്നുണ്ട്. പക്ഷേ മേക്കപ്പ് എന്നുള്ളൊരു സംഭവത്തിന് അതിന് വേണ്ടിയിട്ട് പൈസ മുടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കതിന് ഇഷ്ടമില്ലാത്തൊരാളാണ് കേട്ടോ. കാരണം ഒരുപാട് ആവശ്യങ്ങൾ ഞങ്ങൾക്ക് പൈസയ്ക്കുണ്ട്. അപ്പോൾ ചുമ്മാ കുറച്ച് അവിടെ കുറേ പൈസ കൊടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു. പിന്നെ മാരേജ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. അപ്പോൾ ഒരുപാട് ആളുകൾ നിർബന്ധിച്ചു, നമുക്ക് ഫോട്ടോസോ കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ മേക്കപ്പ് വേണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ലിമിറ്റഡ് ആയിട്ടുള്ളൊരു മേക്കപ്പാണ് ഞാൻ മാരേജിന് ഇട്ടിരുന്നത്. അപ്പം ഈ ഇയർ റിങ്സ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ 2 എണ്ണത്തിൻ്റെയും പിരി എനിക്ക് ഇച്ചിരി ലൂസാണ്. പിരി വെട്ടി കിടക്കാൻ നമ്മൾ പറയില്ലേ, അതാണ് അവസ്ഥ. അപ്പോൾ സ്വർണ്ണം ആയതുകൊണ്ട് ഇത് ചാടിപ്പോകുന്ന എനിക്ക് നല്ല പേടിയുണ്ട്. പക്ഷേ മാറണം എന്നുള്ളൊരു പ്ലാൻ നമ്മുടെ മൈൻഡിലുണ്ട്. ഇതെനിക്ക് എൻ്റെ ചേട്ടായി വാങ്ങി തന്നാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, കമ്മലേടി പെണ്ണിന് ഞാൻ വാങ്ങിച്ചു കൊടുത്തത്. അപ്പോൾ എനിക്കിത് മാറ്റാനായിട്ട് അങ്ങനെ ഒരു തോന്നുന്നില്ല അത്. പക്ഷേ ഇത് ഊരിപ്പോകുന്ന സ്ഥിതിക്ക് ഞാൻ മാറ്റണം എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ഇനിയിപ്പം ഇത് കണ്ട് ചേച്ചി മടുത്തെങ്കിൽ എനിക്ക് പൈസയ്ക്ക് ശകലം ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പുതിയൊരു കമ്മൽ മേടിക്കാനായിട്ട് എനിക്ക് ചേച്ചി പൈസ തരേണ്ടതാണ്. ചേച്ചിയായാലും ചേട്ടനായാലും എനിക്ക് പൈസ തരൂ, ഞാൻ നിങ്ങൾ പറയുന്ന രീതിയിലുള്ള കമ്മൽ വാങ്ങിച്ചിട്ട് ഞാൻ ഇട്ടുകൊണ്ട് നടക്കാം. അതാണ് എനിക്ക് പറയുന്നത്. പിന്നെ ഹെയർ സ്റ്റൈലും എനിക്ക് ആകെപ്പാടെ വളരെ കുറച്ച് മുടിയുള്ളൂ. ഇപ്പം ഇത് എന്തെങ്കിലുമൊക്കെ തരത്തിൽ കട്ട് ചെയ്തിടാം എന്നൊക്കെ വെച്ചാലും നമ്മൾ മുടി ശകലമേ ഉള്ളൂ. അല്ലെങ്കിലും എനിക്ക് അങ്ങനത്തെ സംഭവങ്ങളോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളാണ്. എനിക്ക് നോർമൽ രീതിയിൽ പോവാം. നമ്മൾ ഡെയിലി ഷോർട്ട് വീഡിയോസ് ലോങ് വീഡിയോസും ചെയ്യുന്നുണ്ട്, ശരിയാണ്. പക്ഷേ എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് മോഡേൺ ആകാനോ നമ്മുടെ ലെവൽ വിട്ട് പോകാനായിട്ട് തീരെ താല്പര്യമില്ല. എനിക്കായാലും അച്ചാച്ചനായാലും നമുക്ക് എപ്പോഴും നമ്മുടേതായിട്ടുള്ളൊരു രീതി. ഓക്കെ, അത് വിട്ടിട്ട് നിൽക്കാനായിട്ട് എനിക്ക് ആഗ്രഹമില്ല. പിന്നെ യൂട്യൂബിൽ കുറേ വീഡിയോ കുട്ടി ഒന്ന് കണ്ടു നോക്കും. യൂട്യൂബിൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനായിട്ട് പല തരത്തിലുള്ള, അതിലേത് തരത്തിലുള്ള ചേച്ചി ഉദ്ദേശിച്ചത് എനിക്കറിയത്തില്ല, പലതരത്തിലുള്ള വേഷവിധാനത്തിലും സ്റ്റൈലിലും ആളുകൾ പോണത് നമുക്ക് കാണാം അല്ലേ.
അപ്പം ഇതിലേത് വീഡിയോ കണ്ടിട്ടാണ് ഞാൻ പഠിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അത് എന്ത് തന്നെ ആയാലും തൽക്കാലം എനിക്കതിൽ താല്പര്യമില്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള, അതായത് ഈ രീതിയിൽ കാണാൻ പറ്റുന്ന ചേച്ചി മാത്രം എൻ്റെ വീഡിയോ കണ്ടാൽ മതി. ചേച്ചി കാരണം കാണാൻ പറ്റുമെങ്കിൽ കണ്ടാൽ മതി. ഞാൻ മോഡേണായിട്ട് ഭയങ്കര സ്റ്റൈലായിട്ട് വന്നിട്ട് നിങ്ങൾ വീഡിയോ കാണത്തില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. ഓരോ ആൾക്കാർ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോയുടെ മുന്നിൽ വരുന്നത്. കുറേ പുട്ടിയടിച്ചു, കുറേ ഈ ഇയർ റിങ്സ് മാറ്റി, ഹെയർ സ്റ്റൈൽ മാറ്റി എന്ന് പറഞ്ഞിട്ട് അതൊരു ഭയങ്കര, അത് അത്രയും ചെയ്യുന്നത് ഭയങ്കര കഷ്ടപ്പാടാണ്. എനിക്കറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ആ കഷ്ടപ്പാടിനോട് എനിക്ക് പറ്റത്തില്ല. കാരണം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ മുഴുവൻ ചെയ്യണം. അതിനിടയ്ക്ക് ഞാൻ ജോലിക്ക് പോകത്തേനും കുറച്ച് പേര് കുത്തിത്തിരിപ്പുണ്ട്. അത് വേറൊരു കാര്യം. എൻ്റെ സൗകര്യമാണല്ലോ ഞാൻ പോകുന്നത് വേണ്ടതെന്നുള്ളത്. എനിക്ക് ആവശ്യത്തിന് മിഷൻ പണി ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണെങ്കിലും ഡോക്ടറോട് ഞാൻ പറഞ്ഞപ്പോഴും എനിക്ക് എക്സസൈസിൻ്റെ ഒരു ആവശ്യമില്ല, ഞാൻ അത്രയും ചെയ്യുന്നുണ്ട് പണി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മേക്കപ്പ് ചെയ്ത് സമയം കളയാനോ അങ്ങനെയൊന്നും കളയാനായിട്ട് എനിക്ക് ടൈമില്ല. ഇത് വെറൈറ്റി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാൻ ഇതൊരു വീഡിയോ ആക്കി ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ കമൻറ്റ് ചെയ്യുക. ഞാൻ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കാണാൻ കൊള്ളില്ലാത്ത തരത്തിലോ അല്ലെങ്കിൽ അത്രയും വൾഗറായിട്ടുള്ള രീതിയിലോ മോശമായിട്ടുള്ള രീതിയിലോ ഡ്രസ്സ് ധരിക്കുകയോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. മനുഷ്യന് കാണാൻ പറ്റാത്ത രീതിയിലുള്ള സംഭവമായിട്ട് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. കുറച്ച് പേരെ കാണുള്ളൂ എന്ന് എനിക്കറിയാം. എത്ര പേരായാലും നമുക്ക് 100 പേര് കണ്ടാലും നമുക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമ്മുടെ വളരെ ചെറിയൊരു ചാനൽ എന്താ പറയുക, അതിന് ഇത്രയും വ്യൂസൊക്കെ കിട്ടാമെന്ന് പറയുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ അത് നിങ്ങൾക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ, എന്നിട്ട് എന്ത് വ്യൂസ് ഇല്ലാത്തതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കാണാതിരിക്കാൻ നിങ്ങളുടെ ഇഷ്ടമല്ലേ. അപ്പോൾ അതനുസരിച്ചാണ് നമുക്ക് വ്യൂസ് വരും. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ ഇടുവാണെങ്കിൽ നമുക്ക് കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ കൂടും. പക്ഷേ ഞങ്ങളങ്ങനെ നമുക്കതിനുള്ള സമയം കിട്ടാറില്ല, നമ്മളത് ചെയ്യുന്നുമില്ല. അതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പം കുറേ ആൾക്കാരുടെ വീഡിയോ കണ്ടു നോക്കാനൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. വായൊരു നാവുണ്ടെന്ന് പറഞ്ഞ് അത് മാത്രം മതിയോ? വായി കിടക്കുന്ന നാക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം എന്നോട് കുറേ നമ്മുടെ റിലേറ്റീവ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പണ്ടൊന്നും ഞാൻ ആരോട് സംസാരിക്കും, പക്ഷേ ഒരു 4-5 പേര് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ സംസാരിക്കാനുള്ള ഒരു ചളിപ്പൊക്കെ എനിക്ക് ഉണ്ടായിരുന്ന ഒരാളാണ്. ഞാനാണിപ്പം എന്താണെങ്കിലും ഉള്ളിലുള്ള കാര്യങ്ങൾ ആരുടെ മുഖത്ത് നോക്കിയാണെങ്കിലും പറയാനുള്ള ധൈര്യം ഇപ്പം എനിക്കുണ്ട്. അപ്പോൾ എന്നോട് 2-3 പേര് ഇവിടെ പറഞ്ഞു, പഴയ പോലെ ഒന്നും അല്ല കേട്ടോ, എൻ്റെ വാക്കുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല, സംസാരിക്കാൻ പഠിച്ചു എന്ന് പറഞ്ഞു. അതെന്നെ പഠിപ്പിച്ചത് ഈ സോഷ്യൽ മീഡിയ ആണ്. നിങ്ങൾ തരുന്ന ചിലപ്പം സപ്പോർട്ട് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നെഗറ്റീവ് കമൻറ്റ് കൊണ്ടായിരിക്കും ഞാൻ സംസാരിക്കാൻ പഠിച്ചത്. ഭയങ്കരമായിട്ട് പഠിച്ചു എന്നല്ല, പക്ഷേ നിങ്ങൾക്ക് ഞാൻ പറയണത് മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പം ഞാൻ പറയുന്നത് മറ്റൊരാൾക്ക് മനസ്സിലാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെൻ്റെ വിജയമാണ്. അപ്പോൾ എനിക്ക് സംസാരിക്കാൻ അറിയാം. അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാതെ അക്ഷരത്തെറ്റില്ലാതെ സംസാരിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതിനെനിക്ക് സാധിച്ചത് നിങ്ങൾ തന്ന സപ്പോർട്ടും സ്നേഹവുമാണ്. അപ്പോൾ അതിനകത്ത് എനിക്കിത്രയും ഒരു നാക്കുണ്ട് എന്നുള്ളതിൽ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. ചിലപ്പം ഈ ഒരു ചാനലിൻ്റെ വിജയത്തിലൊരു 50% എങ്കിലും ആ നാക്കുകൊണ്ട് ഗുണം ഉണ്ടായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നോട് എല്ലാവരും പറയാറുമുണ്ട്. കാരണം സംസാരിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ആളുകൾക്ക് വീഡിയോ കാണാനൊരു താല്പര്യം ഉണ്ടാവില്ല. ഇപ്പോൾ ഈ പറയണത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ സംസാരിക്കുന്നത് കൊണ്ടല്ലേ, എനിക്ക് സംസാരിക്കാൻ കുറച്ചെങ്കിലും പറ്റുന്നത് കൊണ്ടല്ലേ. അപ്പോൾ ഈ നാക്കുണ്ട് എന്നുള്ളത് കൊണ്ട് എല്ലാമായി എന്നല്ല, പക്ഷേ നാക്കിൻ്റെ സ്ഥാനത്ത് നാക്ക് വേണം. ആ നാക്ക് കൊണ്ട് നമുക്ക് എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ ഇതായിട്ട് നിൽക്കാനാണെങ്കിൽ പിന്നെ അതുകൊണ്ട് പ്രയോജനമില്ല. അപ്പോൾ എനിക്ക് ഈ നാക്ക് വലിയ ഉപകാരമുള്ളൊരു കാര്യമാണ്. എന്നെ ചുറ്റിപ്പറ്റിയുള്ളവർക്കും അത് വളരെ നല്ല ഉപകാരമുള്ള കാര്യമാണ്. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയാൻ ഈ നാക്ക് കൊണ്ട് പറ്റുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് കണ്ട് ആസ്വദിക്കാനും എന്തെങ്കിലും വേണ്ടേ? എന്താണ് സേഴ്സ് ഉദ്ദേശിച്ചത്? ആസ്വദിക്കാൻ സോറി കേട്ടോ. അപ്പം ഞങ്ങൾക്കും കണ്ട് ആസ്വദിക്കാൻ ഒരു വീഡിയോയിൽ ഡ്രസ്സിങ്ങും, അതായത് അത് മോശമായിട്ടുള്ള, അതായത് പല ഭാഗങ്ങളും കാണിച്ചു കൊണ്ട് വന്നാലാണോ നിങ്ങൾക്കത് ആസ്വദിക്കാൻ പറ്റുള്ളൂ ചേച്ചി ഓർ ചേട്ടാ? അതാണോ ചേച്ചി ഉദ്ദേശിച്ചത്? അങ്ങനെയാണോ ആസ്വാദനം എന്ന് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ടാണെങ്കിൽ നിങ്ങൾക്ക് പല പ്ലാറ്റ്ഫോം ഉണ്ടല്ലേ, പല ആളുകളുടെ വീഡിയോസ് ഉണ്ട് അങ്ങനെ വരുന്നവർ, അവരുടെ ചാനലിൽ പോയി കണ്ടോളൂ. നമ്മുടെ ചാനലിൽ ചേച്ചിക്ക് ഇതുവരെ ആസ്വദിച്ചതല്ലാതെ ഇനി പുതിയതായിട്ട് ആസ്വദിക്കാൻ നമ്മുടെ എന്താ പറയുക, നമ്മളെ വിട്ട് നമ്മളല്ലാണ്ട് മാറി നിന്ന് വേറൊരു വേഷവിധാനത്തിലൂടെ വന്ന്, അല്ലെങ്കിൽ സ്റ്റൈലിഷായിട്ട് വന്ന് നിന്ന് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ കുറച്ച് സെക്സി ആയിട്ട് നിന്നിട്ടുള്ള വീഡിയോസൊക്കെയാണ് ചേച്ചി പ്രതീക്ഷിക്കുന്നതെങ്കിൽ അത് നടക്കില്ല, അത് ഉണ്ടാവില്ല. അത് കുറഞ്ഞിട്ടുള്ള ആസ്വാദനമൊക്കെ ചേച്ചിക്ക് മതി. ചേച്ചിക്ക് പറ്റുമെങ്കിൽ ആസ്വദിച്ചാൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചേച്ചി അല്ലെങ്കിൽ ചേട്ടൻ, എനിക്കറിയത്തില്ല, ക്യാറ്റ് കുഞ്ചി എന്നാണുള്ളത്. അത് ശരിക്കുള്ള ഐഡിയ ആണോ, ആണാണോ പെണ്ണാണോ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ വിചാരിക്കും ഇത് കാരണം എനിക്കൊരു കണ്ടൻറ്റ് കിട്ടിയല്ലോ എന്ന്. കണ്ടൻ്റ് അല്ല, അങ്ങനെ കണ്ടൻറ്റ് ഉണ്ടാക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ
നമ്മൾ എങ്ങനെ വരണം അല്ലെങ്കിൽ നമ്മളെങ്ങനെ ജീവിക്കണം എന്നുള്ളത് നമ്മുടെ മാത്രം പേഴ്സണൽ ചോയ്സാണല്ലേ. അതിൻ്റെ അകത്ത് കയറി കൈ കടത്താനൊന്നും ആർക്കും അവകാശമില്ല. ശരിയാണ് കുട്ടി എന്താണ് ഒന്ന് ഹെയറൊക്കെ ഒന്ന് സ്റ്റൈലാക്കുവാണെങ്കിൽ ഇത്തിരി കൂടി നന്നായിരിക്കും, അല്ലെങ്കിൽ ഇച്ചിരി കൂടി മോഡേൺ ഡ്രസ്സിന് വേണമെങ്കിൽ കുട്ടിക്ക് നന്നായിരിക്കും, അല്ലെങ്കിൽ നിനക്ക് നന്നായിരിക്കും എന്നൊക്കെ പറയണത് ഓക്കെ. അല്ലെങ്കിൽ എനിക്ക് ആസ്വദിക്കണമെങ്കിൽ ഈ ഇയർ റിങ്സ് മാറ്റണം, ഇത് മാറ്റണം, മറ്റുള്ളവരുടെ വീഡിയോ ഞാൻ കാണണം. എന്തിനാണ്? ഞാൻ ഒരുപാട് വേറെ വീഡിയോസ് കാണാറുണ്ട്. ഞാൻ യൂട്യൂബിൽ നേരത്തെ, ഇപ്പോൾ അധികം വീഡിയോസ് കാണാൻ എനിക്ക് സമയം കിട്ടാറില്ല. നേരത്തെ ഒരുപാട് വീഡിയോസ് കാണുമായിരുന്നു. പലരെയും പല രീതിയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചിലർക്ക് നമ്മൾ നല്ല രീതിക്ക് ഇത് എന്നെ പോലെ ഇപ്പോൾ ഇതുപോലെ നിൽക്കുന്നതായിരിക്കാം ഇഷ്ടം, ചിലർക്ക് വേറെ രീതിയിലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ചാനലിൽ പോയി കണ്ടോളൂ, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ആരെയും പിടിച്ചു നിർത്തുന്നില്ലല്ലോ. ഞാൻ മോഡേണായിട്ട് വന്ന് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടല്ലേ, ചേച്ചി അല്ലേ ചേട്ടൻ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് മോഡേണായിട്ട് വരാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അതാണ്. പിന്നെ ഇത്രയും വിഷമമാണെങ്കിൽ എനിക്ക് ഹെയറൊക്കെ ഒന്ന് സ്റ്റൈലാക്കാനും എൻ്റെ ഇയർ റിങ്സൊക്കെ ഒന്ന് മാറ്റാനും, സ്വർണ്ണത്തിൻ്റെ വിലയൊക്കെ അറിയാമല്ലോ, എനിക്ക് സ്വർണ്ണം തന്നെ വേണം എന്ന് നിർബന്ധമാണ് കേട്ടോ. അത് നിർബന്ധമാണ്. അപ്പം കാരണം എനിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ കാത് പഴുക്കും. അപ്പോൾ അത് കാതല്ല, എനിക്ക് മാലയാണെങ്കിൽ എനിക്ക് ചൊറിയും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചേച്ചിയോട് പ്രത്യേകം ഞാൻ പറയുകയാണ്, ചേച്ചിയില്ലെങ്കിൽ ചേട്ടാ ഗോൾഡ് തന്നെ എനിക്ക് വേണം. പിന്നെ മുടിയിൽ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് ചെയ്യണം. അപ്പോൾ അതിനുള്ള പൈസ എത്രയാണെന്ന് വെച്ചാൽ ചേച്ചി കണക്ക് കൂട്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ അക്കൗണ്ട് നമ്പറോ കാര്യങ്ങളൊക്കെ തരാം. അപ്പം എന്നെ ഒന്ന് വിളിച്ചാൽ മതി, ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. എത്ര രൂപ വേണമെങ്കിലും ചേച്ചിക്ക് അയക്കാം, എനി ടൈം. ഓക്കെ, അപ്പം അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇപ്പം കുറേ നേരമായി ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിരുന്നു. ആദ്യം വീഡിയോ എടുക്കാൻ മൈക്കൊക്കെ സെറ്റ് ചെയ്തു, എല്ലാം സെറ്റ് ചെയ്തപ്പോൾ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നോക്കിയപ്പം മൈക്കിൽ ചാർജ് ഇല്ല, മൈക്ക് അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ ഈ പുറത്ത് വന്ന് നിൽക്കുക വീഡിയോ എടുക്കുമ്പം പുറത്തെ കാറ്റും സൗണ്ടെല്ലാം കൂടെ നിങ്ങൾക്ക് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൈക്ക് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം വീണ്ടും തിരിച്ച് പോയി മൈക്ക് കുത്തിയിട്ട് പിന്നെ ചാർജായിട്ട് വന്നു. അപ്പോൾ മഴ പെയ്തു, പിന്നെ പോയി, അങ്ങനെ കുറേ സമയം എടുത്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ആ കുട്ടിക്ക് ചോറ് കൊടുക്കാനായിട്ട് അങ്ങനെ പോയി. ഇത്രയൊക്കെ പറയാനുള്ളൂ. എനിക്ക് നല്ലപോലെ വിശക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ വീഡിയോ ഒരു അരോചകമായിട്ട് അല്ലെങ്കിൽ ഒരു സുഖമില്ലാണ്ട് തോന്നിയേക്കാം, ദയവായി ക്ഷമിക്കുക. നമ്മളെ ഇങ്ങനെ നമ്മുടെ ഒരു സെൽഫായിട്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അപ്പോൾ അതിനെ അപമാനിക്കുന്ന തരത്തിലുള്ള കമൻറ്റുകൾ, ഞാൻ മകനെ പിരിച്ചു, അങ്ങനെ തട്ടിയെടുത്തു, ഇങ്ങനെ തട്ടിയെടുത്തു, ഒക്കെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ പറഞ്ഞോളൂ. അപ്പോൾ ഈ ഒരു മകനുണ്ടല്ലോ, അപ്പോൾ അതെന്തായാലും എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ, അപ്പോൾ എന്തായാലും എന്നിൽ എന്തെങ്കിലും ഗുണമുള്ളത് കൊണ്ടായിരിക്കാമല്ലോ. ഓക്കെ, എന്തെങ്കിലും ആട്ടെ. പക്ഷെ നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോൾ അതിന് തിരിച്ച് റിപ്ലൈ തരണം എന്നെനിക്ക് തോന്നി. കാരണം ഇത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാവും. അത് വിട്ടിട്ട് മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ ആരും മാറില്ല. അപ്പം ഞാൻ കുറേ വീഡിയോസ് ചെയ്യുന്ന ആളാണെന്ന് വിചാരിച്ചിട്ട് ചേച്ചി പറയണ പോലെ ഞാൻ മാറിയാൽ ഞാൻ അല്ലാണ്ടായി പോകും. എനിക്ക് തോന്നണം സെൽഫായിട്ട്, ഞാൻ പലതവണ വിചാരിച്ചിട്ടുണ്ട് ഹെയർ മാറ്റണം ചെയ്യണം എന്നൊക്കെ വിചാരിച്ച്, നമുക്ക് എത്രത്തോളം സ്യൂട്ട് ആവും എന്നറിയില്ല, അതുകൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത്. പിന്നെ ഇയർ റിങ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരാൾ അല്ലെങ്കിൽ നമുക്ക് അത്രയും വേണ്ടപ്പെട്ടവർ നമുക്ക് തന്നതൊരു സംഭവമാണിത്. അപ്പോൾ ഇത് പോകുമ്പോഴല്ലാണ്ട് ഇത് മാറാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, ഇതിനെന്താണ് കുഴപ്പം? ഇതെന്താണ് കുഴപ്പം? ഒരു പണ്ടൊക്കെ ഇതൊരു ഫാഷനായിരുന്നു, ഇപ്പോഴിതൊരു ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ടുണ്ടാവും, എനിക്കറിയില്ല. ഓക്കെ, നമ്മൾ സാധാരണക്കാരാണ്. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ. എൻ്റെ ചെടികൾ പോയി എന്നുള്ളത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. പക്ഷേ അത് അടിപൊളിയായിട്ട് ദാ കയറി വരുന്നുണ്ട് പൂർവാധികം ശക്തിയോടെ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു, അറിയില്ല. അപ്പോൾ എന്തായാലും അത് നല്ല രീതിക്ക് കയറി വരുന്നുണ്ട്. ഔട്ടി ദാണ്ടേ അവിടെ ഇരിക്കുന്നു, അവൾക്ക് പരിക്കകത്ത് കയറാനേ ഇല്ല കേട്ടോ. അവൾക്ക് ഇങ്ങനെ മുറ്റത്തൂടെ കറങ്ങി നടക്കണം. ഞാൻ പൂട്ടിയിട്ട വ്യക്തിയാണ് ഇത് നിൽക്കുന്നത്. മുറ്റത്തൂടെ കറങ്ങി നടക്കാനാണ് ഇഷ്ടം കേട്ടോ. അതായത് നമ്മുടെ ഒരു സിഗ്നൽ മറ്റേ ഗൂഗിൾ മാപ്പ് പോലെയാണ്. ഭാഗത്ത് നിൽക്കുമ്പോൾ അത് കടിക്കുമ്പോൾ നമ്മൾ പുറത്തിറങ്ങണം, അടുത്ത നമ്മൾ സിറ്റ് ഔട്ടിൽ ഇറങ്ങണം, അടുത്ത വെക്കുമ്പോൾ നമ്മൾ താഴെ ഇറങ്ങിയിരിക്കണം. പിന്നെ അടുത്തത് വെച്ച് തിന്ന് നിൽക്കുന്നത് കട്ടപ്പനയിലായിരിക്കും കേട്ടോ, ടൗണിലായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഔട്ടിൻ്റെ കാര്യങ്ങൾ. അല്ലേ ഔട്ടി? എല്ലാവർക്കും ടാറ്റ കൊടുത്തേ ഔട്ടി. ഇത് നോക്കുമ്പോ ശരി ശകല വ്യത്യാസം ഉണ്ടല്ലേ. ഒരു ഉമ്മ കൊടുക്കാവോ? എല്ലാവർക്കും ഒരു ഉമ്മ കൊടുക്കാവോ? ടി ഇറങ്ങിപ്പോണം. നമ്മൾ പെരയ്ക്കാതാണെങ്കിൽ ഇവിടെ അധികം സമയം തറയിൽ കൂടെ നടക്കില്ല കേട്ടോ. എപ്പോഴും എടുക്കുന്ന നമ്മുടെ ഉടുപ്പേ വന്ന് തൂങ്ങി കിടക്കണം. പക്ഷെ വെളിയിൽ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അവളെ ആരും എടുക്കുകയേ വേണ്ട, ആരും തൊടുന്ന അവൾക്ക് ഇഷ്ടമല്ല, ഒന്നും ഇഷ്ടമല്ല. അവൾക്ക് ഇങ്ങനെ പറന്ന് നടക്കണം. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമ്മൾ കുറച്ച് തുണികൾ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. മഴ എപ്പോൾ വരുമോ നമ്മളിങ്ങനെ നോക്കി നിൽക്കുകയാണ്, മഴ പെയ്യുമോ. തുണി വെയിലത്തിട്ടിട്ട് നമ്മൾ കാവൽ നിൽക്കുകയാണ് കേട്ടോ. വീട്ടിൽ ഇത് തന്നെയാണ് അവസ്ഥ. അപ്പം നമ്മളിനി വീട്ടിലോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ പുറകെ വരും. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ.